സർ, കേരളം അങ്ങേയറ്റം ധനകാര്യ പ്രതിസന്ധിയിലാണ്, നിന്നുപോകും എന്നൊരവസ്ഥയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളെല്ലാം പറഞ്ഞത്. ധനകാര്യ പ്രതിസന്ധിയാണ്, നിന്നുപോകും കേരളം, വണ്ടി ഓടത്തില്ല. അങ്ങനൊരു അവസ്ഥയൊന്നും അല്ല. അങ്ങനൊരു അവസ്ഥയല്ല എന്ന് പറയുമ്പം കിട്ടാനുള്ളത് കിട്ടണമെന്നുള്ളത് പറയാതിരിക്കണോ? കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് വേറെ വലിയ വരുമാനങ്ങളുടെ കാര്യത്തിൽ വലിയ വെട്ടിക്കുറവ് വന്നിട്ടും ചെലവിന്റെ കാര്യത്തിൽ കുറവ് വന്നില്ല സാർ. ചെലവ് 10,000-4,000 കോടി അധികം പോയി. അല്ലാതെ ഇവിടെ അങ്ങ് പൂച്ചവെറ്റി കിടക്കുകയാണ് ട്രഷറിയിൽ, ഒരു പണിയില്ല എന്നൊക്കെ പറയുന്നതല്ല വസ്തുത. ഇതാ ട്രഷറി താഴിട്ട് പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ധനകാര്യമന്ത്രി നടക്കുന്നത്. ദയനീയമായ സ്ഥിതിയാണ്. ഒരു ഓട പണിയാൻ കാശുണ്ടോ? ഓട പണിതാൽ ബില്ല് ട്രഷറി കൊടുത്താൽ പാസ്സാവോ? ഒരു ഓട പോലും പണിയാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണ്. ബോധ്യം വേണം. ഇന്ന് കേരളത്തിൽ ഏത് സാധനവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നികുതി കൊടുക്കാതെ വിൽക്കാൻ പറ്റുന്ന നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയാണ് കേരളം. മനസ്സിലായിക്കോ? UDF ഗവൺമെന്റ് ഭരിച്ചിരുന്ന കാലത്ത് ഇതേപോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു. AK ആന്റണി മന്ത്രിസഭ അധികാരത്തിൽ വന്ന ആ സമയത്ത്. പക്ഷെ ഞങ്ങൾ അന്ന് മുണ്ട് മുറുക്കി ഉടുക്കുകയാണ് എന്ന ഒരു മെസ്സേജ് കൊടുത്തു. നിങ്ങൾ ഇതുവരെ ഏറ്റവും ചുരുങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുകൊണ്ട് ഗവൺമെൻറ് ചെലവ് ചുരുക്കുകയാണ്, ഞങ്ങളൊന്നും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ഒന്ന് മുണ്ട് മുറുക്കി കൊടുക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരു തീരുമാനം, ഒരു എക്കണോമിക് മെഷേഴ്സ്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചെയ്തിട്ടുണ്ട്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടുന്ന പണം പോലും നൽകുവാനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല. ട്രഷറി പൂട്ടിയിട്ടിരിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇന്നത്തെ അവസ്ഥയുള്ളത്. ഈ പ്രതിസന്ധിയുടെ പ്രധാന കാരണമെന്ന് പറയുന്നത് സർ, GST നടപ്പിലാക്കിയപ്പോൾ നികുതി ഭരണ സംവിധാനത്തിൽ കാലോചിതമായിട്ട് കൊണ്ടുവരേണ്ടുന്ന മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടതുകൊണ്ടും, മറ്റൊന്ന് സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയും ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ നിലപാടും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹലോ, ഗുഡ് ഈവനിങ്. അടുത്ത ധനപ്രതിസന്ധിയുടെ വറുതിയിലേക്കാണ് നമ്മുടെ സംസ്ഥാനം നീങ്ങുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായി ഇന്നത്തെ ധനപ്രതിസന്ധിയിന്മേലുള്ള അടിയന്തര പ്രമേയ ചർച്ച. പൂച്ചപെറ്റ പത്തായമല്ലെന്ന് ധനമന്ത്രി ആവർത്തിക്കുമ്പോഴും ട്രഷറി പൂട്ടേണ്ടി വരുമെന്ന് കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള 2ാം ഗഡു കൊടുത്തിട്ടില്ല. ഓട പണിയാൻ കാൽ കാശില്ല. പുല്ലുവെട്ടിയാൽ കൊടുക്കാൻ ചില്ലിക്കാശില്ല. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളില്ല. 4 മാസം പെൻഷൻ കുടിശ്ശികയായി. കാരുണ്യടക്കം ആരോഗ്യ സുരക്ഷാ പദ്ധതികൾക്കായി ആശുപത്രികൾക്കുള്ള കുടിശ്ശിക 1353 കോടി. കാരുണ്യ കുടിശ്ശിക മാത്രം 189 കോടി. എല്ലാം കേന്ദ്രത്തിന്റെ ചിറ്റമ്മ നയമെന്ന ധനമന്ത്രി എത്ര നാൾ കൈകഴുകും? ഉയർത്തിക്കാട്ടിയ 57,000 കോടി രൂപയുടെ കേന്ദ്ര കുടിശ്ശിക നിജമോ പൊയ്യോ? കേരളത്തെ പാപ്പരാക്കിയത് ആരാണ്? അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി PP ചിത്തരഞ്ജൻ MLA, UDF പ്രതിനിധി N ഷംസുദ്ദീൻ MLA, BJPയിൽ നിന്നും JR പത്മകുമാർ, സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് കൂടി ചർച്ചയിൽ ചേരുന്നു. ആദ്യം സാമ്പത്തിക വിദഗ്ധ മേരി ജോർജിൽ നിന്ന് തുടങ്ങാം. എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ വിവിധ പഠനങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഗുരുതരമായ നികുതി പിരിവ് ശോഷണമായിരുന്നു അതിലെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ജുവലറികളിൽ നടക്കം വേണ്ടത്ര നികുതി കാര്യമായി പിരിച്ചെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് മേരി ജോർജ് തന്നെ നേരിട്ട് നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നു. അതിൽ കേന്ദ്രത്തിനെ പഴിചാരി രക്ഷപ്പെടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ശ്രമമാണോ മേരി ജോർജ് കണ്ടത്? യഥാർത്ഥത്തിൽ കേന്ദ്രം തരാനുള്ള 57,000 കോടി നിജമോ പൊയ്യോ? അത് ഒരു ആഗ്രഹചിന്ത മാത്രമാണ് എന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. കേരളത്തെ പാപ്പരാക്കിയത് ആരാണ്? മിസ്റ്റർ അരുൺ, കേരളത്തെ പാപ്പരാക്കിയതിൽ കേന്ദ്രത്തിന് ഒരു ഷെയറും ഇല്ല എന്ന അഭിപ്രായം എനിക്കില്ല. ഇത് വരുന്നു കേട്ടോ, എക്കോ വരുന്നു. അതേ സമയത്ത് കേരള സർക്കാരിൻ്റെ തന്നെ ധനധൂർത്ത്, കാര്യശേഷി ഇല്ലായ്മ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ധനപ്രതിസന്ധിയിലേക്ക് നയിച്ചത്. അപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുക, ഈ 2022-23 വർഷത്തിലേക്ക് വേണ്ടിയുള്ള CAG റിപ്പോർട്ട് നോക്കണം. CAG റിപ്പോർട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് പുറത്തു വന്നത്. അതിലെ റിപ്പോർട്ട് നമ്പർ 2, അതായത് റവന്യൂ സെക്ടറിനെ പറ്റിയുള്ള റിപ്പോർട്ട്,
ആ റിപ്പോർട്ട് എടുത്തു നോക്കുക. 28,258.39 കോടിയാണ് കുടിശ്ശിക പിരിക്കാനുള്ളത്. ആ കുടിശ്ശിക പിരിക്കാനുള്ളതിലെ ഏത് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ? നേരത്തെ താങ്കൾ തന്നെ അവിടെ ആങ്കർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും കൂടുതൽ കുടിശ്ശികയുള്ളത് GST വകുപ്പിൽ നിന്നാണ്. അതായത് GST റവന്യൂ വരുമാനത്തിൽ 13,400 കോടിയുടെ കുടിശ്ശികയാണുള്ളത്. അപ്പം ഇത്രയധികം കുടിശ്ശിക അവിടെ ഉണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവും മറ്റ് അംഗങ്ങളും ചൂണ്ടിക്കാണിച്ചതുപോലെ കാര്യക്ഷമതയില്ലാതെ, അതായത് പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി CPM തന്നെ സ്ഥാപിച്ച ആ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി എന്താണ് പറഞ്ഞത്? IGST 25,000 കോടി കിട്ടാതെ പോയിരിക്കുന്നു, അത് കെടുകാര്യസ്ഥത കൊണ്ടാണ്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതുവരെ അസംബ്ലിയിൽ വെച്ചിട്ടില്ല. കാരണം ഗവൺമെന്റ് ആ കമ്മിറ്റിയുടെ ഫൈൻഡിങ്ങിനെ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാൻ പറ്റില്ല. മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ഇരിക്കും. കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ടിരുന്ന 25,000 കോടിയുടെ IGST പിരിച്ചെടുത്തില്ല എന്ന് അംഗീകരിക്കേണ്ടി വരുന്നത്, അത് ഓർമ്മിക്കണം. CPMന്റെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് വെച്ചത്. അപ്പൊ ഇതൊന്നും കൂടാതെ, ഈ 25,000 കോടി IGST പിരിക്കാത്തത് കൂടാതെ സംസ്ഥാനത്തിനകത്തു നിന്ന് പിരിക്കേണ്ട കുടിശ്ശിക, വരുമാന കുടിശ്ശിക, റവന്യൂ കുടിശ്ശിക, അതാണ് ഇപ്പോൾ CAG പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. CAG അത് പുറത്തു കൊണ്ടുവരിക മാത്രമല്ല, നേരത്തെ പ്രതിപക്ഷം പ്രഖ്യാപിച്ചതുപോലെ തന്നെ കെടുകാര്യസ്ഥത അരങ്ങു വാഴുന്നു എന്നതിന്റെ തെളിവാണ് ഈ ഓഡിറ്റേഴ്സ് അസോസിയേഷൻ, അതായത് CAG ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്റേണൽ ഓഡിറ്റിംഗ്. എന്താണ് ഇന്റേണൽ ഓഡിറ്റിംഗ്? ഓരോ വകുപ്പിലും ചെലവുകൾ നടത്തുന്നതിനെ പറ്റിയും മറ്റു കാര്യങ്ങളും കൃത്യമായി ഗവൺമെന്റിന്റെ തന്നെ ഓഡിറ്റ് വിഭാഗം ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം. അതിനുശേഷമാണ് CAGയുടെ ഓഡിറ്റിംഗ് വരിക. പക്ഷെ അവിടെ ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ മെമ്പേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ, അതായത് CAG റിപ്പോർട്ട് വായിച്ചതിന് ശേഷമാണ് ഓഡിറ്റേഴ്സ് അസോസിയേഷനിലെ മെമ്പേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചത്. അപ്പൊ അവര് പറഞ്ഞത്, ഒരു രംഗത്തും ഓഡിറ്റ് നടത്തുന്നത് ഗവൺമെന്റിന് താല്പര്യമില്ല. ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് ഓഡിറ്റേഴ്സിനെ നിരുത്സാഹപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് അരുൺ അങ്ങനെ നിരുത്സാഹപ്പെടുത്തുന്നത്? കാരണം അവിടെ നടക്കുന്ന വകമാറ്റി ചെലവഴിക്കൽ. അവിടെ കണക്ക് ചോദിച്ചു, എത്ര രൂപയാണെന്ന് പോലും പറയാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മറച്ചുവെക്കുകയാണ്. കേരളീയത്തിന്റെ കണക്ക് എത്രയാണെന്ന് ഇനിയും വിവരാവകാശ രേഖ പ്രകാരം മറുപടി നൽകിയിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ മേരി ജോർജ് ഉന്നയിച്ചത്. ഇതിൽ ഓഡിറ്റുമാരെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്റേണൽ ഓഡിറ്റിലൂടെ ചെലവ് വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് എന്നത് പുറത്തു വരാതിരിക്കാനുള്ള ശ്രമമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. പക്ഷേ അപ്പോഴും ധനമന്ത്രി ആവർത്തിച്ചു പറയുന്നത് വരവ് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് എന്നാണ്. പക്ഷേ മേരി ജോർജ് പറയുന്നത് പോലെ CAG റിപ്പോർട്ടിന്റെ കണക്ക് പ്രകാരം 28,000 കോടി രൂപ പിരിച്ചെടുക്കാനുള്ളതിൽ 13,000 കോടി രൂപയും GST വരുമാനത്തിൽ നിന്നാണ് വരേണ്ടിയിരുന്നത് എന്നൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നമുക്കിപ്പം CPMന്റെ പ്രതിനിധി ചിത്തരഞ്ജൻ MLA ഉണ്ട്. PP ചിത്തരഞ്ജൻ, ഇന്നിപ്പോ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞ് അങ്ങനെ വേഗം രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഈ ചർച്ചയിൽ നമുക്ക് മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളം കേട്ടു, കേരളം കണ്ടു. 57,000 കോടി എന്നൊക്കെ നമ്മൾ ഊതിപ്പെരിപ്പിച്ചൊരു കണക്കായിരുന്നില്ലേ? അത് മാത്യു കുഴൽനാടൻ പറയുന്നത് പോലെ ഒരാഗ്രഹ ചിന്ത. നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടാനുള്ളത് പരമാവധി പിഴിഞ്ഞെടുത്താൽ 3,100 കോടി രൂപയിലധികം കിട്ടാനില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ഇന്ന് സഭയിൽ സമർത്ഥിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 57,000 കോടി കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് ഇനി കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല. ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച അതാണോ ബോധ്യപ്പെടുത്തിയത്? PP ചിത്തരഞ്ജൻ. അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ച ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ധരിച്ചിരുന്നത്. കാരണം ഒരു പുകമറ ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലാകെ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു, എല്ലാം തകർന്നിരിക്കുന്നു എന്ന നിലയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതേക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ തന്നെ തയ്യാറാണ് എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ സാധാരണ പ്രതിപക്ഷ നിലകളിൽ ഒരു ആഹ്ലാദം വരേണ്ടിയിരുന്നതാണ്. നേരെ മറിച്ച് പ്രതിപക്ഷ നിലകളിൽ ആകെ മ്ലാനതയായിരുന്നു. കാരണം അവരത് പ്രതീക്ഷിച്ചതല്ല. എന്ന് മാത്രമല്ല, UDFൽ ആകെയുള്ള മറ്റു പാർട്ടികളിലുള്ളവർക്കും ഇന്ന് ഇങ്ങനൊരു ചർച്ച വേണമെന്നുള്ളൊരു അഭിപ്രായം ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കുഴൽനാടനും പ്രതിപക്ഷ നേതാവും പറയുന്നത് മാത്രമാണ് ശരിയെന്നും
അതുകൊണ്ട് ഇനി പഴയതുപോലെ ഇത് പറയാനൊക്കില്ല, ഇതെല്ലാം തെറ്റാണ് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന അഫിഡവിറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് എന്തായാലും സർക്കാരിന് തെറ്റിദ്ധരിപ്പിക്കാനൊന്നും നോക്കില്ലല്ലോ. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണ് എങ്കിൽ കോടതി വിധിക്കട്ടെ. എന്താണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഗവൺമെൻറ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന GSTയുടെ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട 12,000 കോടി, അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇനത്തിൽ നമുക്ക് കിട്ടേണ്ട 8,400 കോടി, കിഫ്ബി സോഷ്യൽ സെക്യൂരിറ്റി കടങ്ങൾ, ആ കടങ്ങൾ മൂലം നമുക്ക് കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നിർബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള 7,000, പബ്ലിക് അക്കൗണ്ടിലുള്ള പണം പൊതുക്കടത്തിൽ പെടുത്തിയത് മൂലം നമ്മൾ ദയവ് ചെയ്ത് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. കാരണം സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇതൊന്നുമില്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ടും പെൻഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ടും ഈ വായ്പാ പരിധി കൂട്ടണം എന്നതാണ് പ്രധാനമായിട്ടും സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. GST കുടിശ്ശികയെക്കുറിച്ചൊരു വാചകം സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറയാനും കഴിയില്ല. കാരണം GST കുടിശ്ശിക തീരും, കോമ്പൻസേഷൻ എന്നുള്ളത് ഈ 5 വർഷം കഴിയുമ്പോൾ അവസാനിക്കുമെന്നുള്ളത് സംസ്ഥാന സർക്കാരിന് അറിയാവുന്ന വിഷയമാണ്. ഇത് കഴിഞ്ഞ ധനമന്ത്രിക്കും അറിയാമായിരുന്നു, ഈ ധനമന്ത്രിക്കും അറിയാമായിരുന്നു. പിന്നെ റവന്യൂ ഡെഫിസിറ്റിന്റെ കാര്യത്തിലും സുപ്രീം കോടതിയിൽ കേരളം മിണ്ടിയിട്ടില്ല. അപ്പോൾ വായ്പാ കടമെടുപ്പ് പരിധി അത് മാത്രമാണ് സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്, ബാക്കിയൊന്നുമില്ല. ബാക്കി നമ്മൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് PP ചിത്തരഞ്ജൻ. അല്ലല്ല, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്, നമുക്ക് നഷ്ടപ്പെടുന്നത്, അത് തരംതിരിച്ച് തന്നെ ഗവൺമെൻറ് കൃത്യമായി തന്നെ ഇത് നിയമസഭയിലടക്കം ഇപ്പോൾ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിൽ അതെല്ലാം വിശദീകരിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ വാദങ്ങൾ വളരെ കൃത്യമായി തന്നെ നമ്മൾ കോടതിയുടെ മുമ്പാകെ അവതരിപ്പിക്കണമെന്ന് തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ 57,400 കോടി രൂപ കേരളത്തിന് ലഭിക്കാനുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള കണക്കുകൾ മാത്രമാണ്. ഇവിടെ നമ്മളത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിന് കിട്ടാനുള്ള കണക്കാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് കേരളത്തിന് മാത്രമായി കിട്ടാനുള്ള കണക്ക്? ഇപ്പോൾ ഈ GST കോമ്പൻസേഷന്റെ വിഷയത്തിൽ GST കോമ്പൻസേഷൻ 2022 അവസാനിക്കും, 2023 അതിന്റെ അവസാന ഗഡുവും അവസാനിക്കും. അത് നമുക്കറിയാമായിരുന്നില്ലേ? GST കോമ്പൻസേഷൻ കൂട്ടാൻ കേന്ദ്രത്തിന് എന്തെങ്കിലും ധാരണയുണ്ടായിരുന്നോ? ഇല്ല. നമ്മൾ മാത്രമല്ലല്ലോ, എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും ആവശ്യപ്പെടുന്നതല്ലേ മിസ്റ്റർ അരുൺ? പക്ഷെ ആ സംസ്ഥാനങ്ങൾക്കൊന്നും കേരളം പോലെയുള്ള ധനപ്രതിസന്ധി ഇല്ലല്ലോ PP ചിത്തരഞ്ജൻ. കോൺഗ്രസ് ഭരിക്കും എന്നാര് പറഞ്ഞു? പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ധനപ്രതിസന്ധി ഇല്ലാതെയാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തെ മറ്റ് സ്റ്റേറ്റുകളിലൊന്നും ധനപ്രതിസന്ധി ഇല്ലെന്ന് ആരാ പറഞ്ഞത്? എല്ലാ സ്റ്റേറ്റുകളും ആവശ്യപ്പെടുന്നതാണ്. കർണാടക ആയാലും തമിഴ്നാടായാലും ആന്ധ്ര ആയാലും തെലങ്കാന ആയാലും എല്ലാം ആവശ്യപ്പെടുന്നതാണ് ഈ കോമ്പൻസേഷനെ സംബന്ധിച്ചിടത്തോളം. GST കേരളം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. തെറ്റായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളം മാത്രമല്ല, ഇത് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ? ഇന്ത്യ കോൺഗ്രസ് ഒരു സംശയം ശ്രീ PP ചിത്തരഞ്ജൻ, ഇന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു GST കോമ്പൻസേഷൻ കൊടുക്കാൻ കേരളത്തിന് എപ്പോഴാണ് അർഹതയുണ്ടാവുക? 14% താഴെ, 12% താഴെ നികുതി പിരിവ് ഉണ്ടാവുന്ന ഘട്ടത്തിൽ മാത്രമാണ് അതിന് സാധ്യമാവുക. 20% നികുതി പിരിച്ചു എന്ന് സംസ്ഥാനം ഒരിടത്ത് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനമായ യോഗ്യതയിൽ നിന്ന് തന്നെ നമ്മൾ പുറത്താവും. അതല്ല, ഈ കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള, ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളെയും വന്നിട്ടുള്ളതാണ് കോവിഡ് അടക്കമുള്ള കാലഘട്ടത്തിൽ വന്നിട്ടുള്ള നഷ്ടങ്ങൾ. ആ നഷ്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതല്ലേ, കാലാകാലങ്ങളിൽ കൊണ്ടുവന്നിട്ടുള്ളതല്ലേ? നമ്മളിവിടെ കത്ത് കൊടുക്കാഞ്ഞിട്ടാണോ, ബന്ധപ്പെട്ട് സംസാരിക്കാഞ്ഞിട്ടാണോ? നമ്മളതെല്ലാം കൃത്യമായി ചെയ്തിട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് യാതൊരു വീഴ്ചയില്ലെന്നും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തെന്തോ പിടിപ്പുകേട് കൊണ്ടാണെന്നും കേരളം എന്തോ ദൂർത്താണെന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രചരണത്തിനകത്ത് ഒരു പക്ഷേ CAG റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ മേരി ജോർജ് പറഞ്ഞത് CAG റിപ്പോർട്ടിനെ കുറിച്ചാണ്. 28,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ടെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നില്ലേ ശ്രീ PP ചിത്തരഞ്ജൻ? അത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടല്ലേ? അതല്ലേ കെടുകാര്യസ്ഥത? അത് എന്താണ് ആ 23,000 കോടിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആ CAG റിപ്പോർട്ട് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം കൺട്രോളർ ഓഡിറ്റർ അംഗീകരിക്കുന്നവരാണ്, അല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ വസ്തുതാപരമായിട്ടുള്ളത് തന്നെയാണോ അത്? ഏത് സാഹചര്യത്തിലാണ് ഈ കുടിശ്ശിക? ഇവിടെ സ്വർണത്തെ സംബന്ധിച്ച് പറഞ്ഞു. എന്താണ് സ്വർണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യഥാർത്ഥത്തിലുള്ള അവസ്ഥ? അതിനകത്ത് യഥാർത്ഥത്തിൽ 5% എന്നുള്ളത്
അത് വെട്ടിക്കുറച്ച് 3 പിന്നീട് 1.5%. ആരാണിത് കൈകാര്യം ചെയ്യുന്നത്? വിമാനത്താവളങ്ങളും എല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം വന്നിറങ്ങുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റാണോ? സെൻട്രൽ എക്സൈസ് അല്ലേ? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഏതെല്ലാം സ്ഥലങ്ങളിലൂടെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ സോഫ്റ്റ്വെയർ അടക്കം ഇതിനൊക്കെ വേണ്ടിയല്ലേ ഈ GST ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ നിയമിച്ചിരിക്കുന്നത്? എത്ര സെയിൽസ് നടക്കുന്നു, ആ സെയിൽസിൽ എത്ര റെസിപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു, ഇതിൽ ഏതെങ്കിലും കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ടോ, റെസിപ്റ്റ് കൊടുക്കാതെ ഏതെങ്കിലും തരത്തിൽ സ്വർണം വിൽക്കുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ GSTക്ക് സ്വന്തമായിട്ട് വിജിലൻസും ഇന്റലിജൻസും ഒക്കെ ഉണ്ടല്ലോ. ആ GST കമ്മീഷണറെ പിരിവിന് മാത്രം വിട്ടാൽ പോരാ ശ്രീ PP ചിത്തരഞ്ജൻ. പലപ്പോഴും ഈ ഇന്റലിജൻസ് കാര്യങ്ങൾ കൂടി അറിയാൻ അവരെ നിയോഗിക്കണം. ആരാ പിരിവിന് വിടുന്നത്? നിങ്ങൾ എന്തിനാണ് GST കമ്മീഷണർക്ക് മികച്ച GST കമ്മീഷണർക്ക് അവാർഡ് കൊടുത്തത്? എന്തിനാണ് GST കമ്മീഷണർക്ക് എന്തിനാണ് അവാർഡ് കൊടുക്കുന്നത്? അല്ല, അത് പിരിവിലല്ല, അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ. എന്ത് ഉത്തരവാദിത്തം? 23,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. അതിൽ 13,000 കോടി രൂപയും പിരിച്ചെടുക്കാനുള്ളത് GST ഇനത്തിലാണ്. അപ്പോൾ അത്രയും കുടിശ്ശിക വരുത്തിയിരിക്കുന്ന ഒരു കമ്മീഷണർക്ക് എങ്ങനെയാണ് മികച്ച പെർഫോമൻസിനുള്ള പുരസ്കാരം കൊടുക്കുന്നത്? അതിലാ ഉദ്യോഗസ്ഥരാണോ ഉത്തരവാദി 23,000 കോടി പിരിച്ചെടുക്കുവാനുള്ളതിൻ്റെ? നമ്മൾ ഇരുട്ടുകൊണ്ട് വിട്ടിടക്കുന്നത് നാട്ടിൽ പറയുന്ന പോലെ അങ്ങനെ നമ്മൾ പറയരുത്. വസ്തുതാപരമായി നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് സ്വർണവും അടക്കമുള്ള ഇതിനകത്ത് ഇനിയും പിരിഞ്ഞു കിട്ടുവാനുള്ള തുകയിൽ ബാറുകളുടെ എണ്ണം കൂടി ഏതെങ്കിലും കുറവുകൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ്? ബാറുകളുടെ എണ്ണം കൂടി, പറഞ്ഞില്ലേ, പിരിവ് കുറഞ്ഞു. ഈ പറയുന്ന നികുതി വരുമാനത്തിൽ അത് രീതിയിലുള്ള വലിയ വർധനവില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സ്വർണത്തിന്റെ കാര്യത്തിൽ 20% പോലും മൊത്തം കച്ചവടത്തിൽ നിന്ന് ഈ പറയുന്ന ടാക്സ് പിരിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് ഒരു വലിയ ആക്ഷേപം. 13,000 കോടി ചെറിയ കണക്കല്ല. 900 കോടി ഉണ്ടെങ്കിൽ ഒരു മാസം പെൻഷൻ കൊടുക്കാം. 3,200 കോടി രൂപ വേണം ഇനി ഈ 4 മാസത്തെ കുടിശ്ശിക പെൻഷൻ കൊടുക്കാൻ. അപ്പോഴാണ് 13,000 കോടി രൂപ ഇവിടെയുള്ള സ്വർണ്ണക്കടക്കാരന്മാരും ഇവിടെയുള്ള ജുവലറിക്കാരും ഈ സർക്കാരിന് കൊടുക്കേണ്ട GST വെട്ടിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് നമ്മൾ പരമാവധി തുക പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമാണ് ഈ കാലയളവിൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആ കാര്യത്തിൽ ഇത് സംസ്ഥാനം മാത്രം വിചാരിച്ചാൽ പരിഹരിക്കപ്പെടാൻ കഴിയുന്നതല്ല. ഇത് സെൻട്രൽ എക്സൈസുമായി കൂടെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് നിലനിൽക്കുന്നത്. അല്ല, അതൊക്കെ മനസ്സിലാവുന്നു. പക്ഷേ എല്ലാം കേന്ദ്രത്തിന്റെ മേൽ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനെയാണ് പ്രതിപക്ഷം തുറന്നു കാണിച്ചത്. എല്ലാം കേന്ദ്രം തരും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിനെയാണ് തുറന്നു കാണിക്കുന്നത്. കാശ് പറയൂ, എവിടെയാ തുറന്നു കാണിച്ചത്? പിന്നെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിൽ നിന്ന് ഈ 57,000 കോടി ഇനി നിൽക്കില്ല ശ്രീ PP ചിത്തരഞ്ജൻ. അല്ല, സാങ്കേതികമായി നിയമപരമായി അങ്ങ് ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. നിയമപരമായി നിലവിലുള്ള ഫിനാൻസ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾക്കും ഫിനാൻസ് കമ്മീഷന്റെ റൂളുകൾക്കും വിധേയമായി നിലവിൽ കേരളത്തിന് 57,000 കോടി രൂപ തരാൻ കേന്ദ്രത്തിന് അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഈ തുക ലഭിക്കുവാൻ ബാധ്യതയുണ്ട് എന്നുള്ള നിലപാട് തന്നെയാണ് കേരളത്തിലെ ഗവൺമെന്റിന്. അതെങ്ങനെയാണ് അങ്ങ് വിശദീകരിക്കുക? ഫിനാൻസ് കമ്മീഷന്റെ 1.93% മാറ്റുന്നത് കേരളം കൂടി അംഗീകരിച്ചിരിക്കുന്ന ഒരു കണക്കാണ് ഫിനാൻസ് കമ്മീഷന്റെ കണക്ക്. അതിൽ 3.8 നിന്ന് കുറഞ്ഞതുകൊണ്ട് 18,000 കോടി കുറഞ്ഞു എന്നതാണ് പറയുന്നത്. പക്ഷേ ഫിനാൻസ് കമ്മീഷൻ 15ാം ഫിനാൻസ് കമ്മീഷന്റെ പണം വാങ്ങുന്ന ഘട്ടത്തിലാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള കുറവിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെ കമ്പയർ ചെയ്യുന്നത് 10ാം ധനകാര്യ കമ്മീഷനുമായിട്ടാണ്. അതാണ് അതിലെ കൗതുകകരമായ കാര്യം. അപ്പോൾ ഇത് കാലങ്ങളായി കുറയുമെന്നും അതിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുമെന്നും സർക്കാരിന് അറിയാത്തതല്ലല്ലോ ശ്രീ PP ചിത്തരഞ്ജൻ. അതുകൊണ്ട് ഇനി 57,000 കോടി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ചുരുങ്ങിയ പക്ഷം GST കോമ്പൻസേഷൻ മാറ്റണം, റവന്യൂ ഡെഫിസിറ്റ് മാറ്റണം. കാര്യം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന് കേരളത്തിന് അർഹതയില്ല. ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിനാണെന്ന് മാത്യു കുഴൽനാടൻ പറയുന്നു. കണക്കുകളും നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? അല്ല, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എന്താണ് അരുണേ, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്? കേരളം മാത്രമല്ല എല്ലാ സ്റ്റേറ്റുകളും ആവശ്യപ്പെടുന്നതാണ് ഈ GSTയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കുക എന്നുള്ള നമ്മുടെ ആവശ്യം. ഈ ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഈ നികുതി ഇനത്തിൽ കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന കേന്ദ്ര നികുതിയിൽ എത്ര നമുക്ക് കിട്ടുന്നു, മറ്റ് സംസ്ഥാനങ്ങൾക്ക് എത്ര കൊടുക്കുന്നു,
നിങ്ങൾ അതുകൂടെ ഒന്ന് പരിശോധിക്കണം. അല്ല, അതുണ്ട്. ആ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിന്റെ മാനദണ്ഡങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. 15ാം ഫിനാൻസ് കമ്മീഷന്റെ മാനദണ്ഡങ്ങളിൽ 8 ഇരട്ടി കൊടുക്കുന്നു. മാനദണ്ഡങ്ങൾ 3 പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ. ആ മാനദണ്ഡങ്ങൾ കേരളത്തിനെതിരായിരിക്കുന്ന മാനദണ്ഡങ്ങളാണ്. ഞാനതിലേക്ക് വരാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് 18,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയത് ഈ ഫിനാൻസ് കമ്മീഷന്റെ മാർഗനിർദ്ദേശമാണെന്ന് പറയുന്നു. അത് അങ്ങനെ അല്ലെങ്കിൽ മറ്റെങ്ങനെയാണത് ആ മാർഗനിർദ്ദേശം വരിക എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എൻ ഷംസുദ്ദീൻ MLA നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എൻ ഷംസുദ്ദീൻ, നിങ്ങൾ കേന്ദ്രത്തിന്റെ ഈ കുടിശ്ശിക കാണാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നതാണ് ഭരണപക്ഷം ആവർത്തിച്ച് ചോദിക്കുന്നത്. കേന്ദ്രം കേരളത്തിന് പണം നൽകാനുണ്ട് എന്നതൊരു വസ്തുതയല്ലേ? അപ്പോഴാണ് മാത്യു കുഴൽനാടൻ അടക്കമുള്ള പ്രതിപക്ഷ MLA-മാർ ബി ജെ പിക്ക് വേണ്ടി ബാറ്റ് ചെയ്യാനാണോ എന്ന് സംശയിക്കുമാർ ക്രീസിലേക്ക് എത്തുന്നത്. കേരളത്തിന് കേന്ദ്രം ഒന്നും തരാനില്ല, ആഗ്രഹചിന്ത മാത്രമാണ് എന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. പ്രതിപക്ഷത്തെ കുറ്റം പറയാനും പ്രതിപക്ഷത്തെ എൻ്റെ ഭാഗത്തു നിന്ന് പണം നമുക്ക് തരാൻ നിലനിൽക്കുന്നുണ്ടെന്നും പറയാൻ പ്രതിപക്ഷത്തിന് മടിയുണ്ടോ? അല്ല, ഇവിടെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് പറഞ്ഞ കുറേ വസ്തുതകളുണ്ട്. അവർ രാഷ്ട്രീയമായിട്ട് പറഞ്ഞതല്ലല്ലോ. നമുക്കറിയാം, ഈ 7.5 വർഷക്കാലമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ച സാമ്പത്തിക നയങ്ങൾ, സാമ്പത്തിക രംഗത്തെ അച്ചടക്കമില്ലായ്മ, അവർ കൊണ്ടുവന്ന പുതിയ പരിഷ്കാരങ്ങൾ ഒക്കെയാണ് ഇന്ന് തിരിച്ചടിയായി മാറിയത്. അതിലേറ്റവും പ്രധാനം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തോമസ് ഐസക്ക് കാണിച്ച കുറേ എക്കണോമിക് ഗിമ്മിക്കുകളുണ്ട്. ഇപ്പോൾ അന്ന് പണമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ കിഫ്ബിക്ക് വേണ്ടി ഔട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോവിങ് കുറേ നടത്തി. പെൻഷൻ കൊടുക്കാൻ വേണ്ടി പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിച്ചു. ഇങ്ങനെയൊക്കെ കുറേ പണം പുറത്തു നിന്ന് എടുത്തു. അവിടെ തന്നെ CAG വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ പണം തിരിച്ചടക്കുന്നത് ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്നാണ്. അപ്പോൾ ബഡ്ജറ്റിന് പുറത്ത് കടമെടുത്തിട്ട് ബഡ്ജറ്റിൽ നിന്ന് തിരിച്ചടക്കുമ്പോൾ അത് കടമെടുപ്പ് പരിധിയിൽ വരും. CAG ആണ് പറഞ്ഞത്. പിന്നീടാണ് കേന്ദ്ര ഗവൺമെൻറ് ആ സ്റ്റാൻഡ് സ്വീകരിക്കുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് കൊടുക്കേണ്ട നയാ പൈസ കൊടുക്കാതിരിക്കുമ്പോൾ അതിന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കേന്ദ്രത്തിൽ നിന്ന് ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ടത് കിട്ടണം. പക്ഷേ കേന്ദ്ര വിരുദ്ധത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകൾ പറയുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യാണ്, ഞങ്ങൾ BJPക്ക് ഒപ്പം നിൽക്കുകയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ നമ്മൾ കാണേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത ഇതിൽ വളരെ പ്രകടമാണ്. ഈ കെടുകാര്യസ്ഥത എന്ന് പറയണമെങ്കിൽ നമ്മുടെ ചെലവിലൊക്കെ ഉണ്ടാവുന്ന ഈ പതിവിലും കവിഞ്ഞിരിക്കുന്ന കുറവോ കൂടുതലോ വേണമല്ലോ. ഇന്നിപ്പോൾ ധനമന്ത്രി കണക്ക് പറഞ്ഞിരിക്കുന്നു, ചെലവഴിച്ചതിൽ കുറവില്ല. പദ്ധതികൾക്ക് വേണ്ടി 1,21,473 കോടി രൂപയാണ് 1,21,473 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഈ സമയം വരെ ചെലവഴിച്ചതെങ്കിൽ ഇപ്പോൾ 1,26,152 കോടി രൂപ ചെലവഴിച്ചു. 4,000 കോടി അധികം പദ്ധതി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ചെലവഴിച്ചു. അത് കെടുകാര്യസ്ഥതയാണോ? രണ്ടാമത്തത്, വരവ് കൂടി. 47,000 കോടിയിൽ നിന്ന് കൂടിയത് 77,000 കോടിയിലേക്ക് 30,000 കോടി രൂപയുടെ വർധനവുണ്ടായി നികുതി വരുമാനത്തിലും നികുതിയേതര വരുമാനത്തിലും. അതെങ്ങനെയാണ് സാർ കെടുകാര്യസ്ഥതയാവുന്നത്? അതിൽ ഈ വരവ് കൂടി എന്ന് പറയുന്നത് മിസ്റ്റർ അരുൺ, വരവ് കൂടി എന്ന് പറയുന്നത് ഇവർ കോവിഡ് കാലത്തെ വരവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. ചെലവിൻ്റെ കാര്യം പെരുപ്പിച്ച് കാണിക്കുകയാണ്. കാരണം ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ചെലവ് നിർവഹിക്കേണ്ടത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ബഡ്ജറ്റിൽ വെച്ച തുക 7,500 കോടിയാണ്. ഇതുവരെ ഈ മാസം വരെ 2,500 കോടിക്ക് അപ്പുറത്ത് ചിലവാക്കിയിട്ടില്ല. 7,500 കോടിയാണ് ബഡ്ജറ്റിൽ വെച്ചത്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത് വിനിയോഗിക്കാൻ എത്ര സമയമുണ്ട്? ജനുവരി ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ്, ഇന്നത്തോട് തീർന്നു. ഇനി ഫെബ്രുവരി മാർച്ച് കൊണ്ട് എത്ര തീരും? അപ്പോൾ ചെലവിൻ്റെ കാര്യത്തിൽ ഈ പറയുന്നതെല്ലാം പെരുപ്പിച്ച് കാണിക്കുന്നതാണ്. ഇവിടെ നമുക്കറിയാം, ശമ്പളം കൊടുക്കുന്നതും പെൻഷൻ കൊടുക്കുന്നതൊക്കെ ആയിരിക്കും ചൂണ്ടിക്കാണിക്കുക. പക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഇന്ന് എന്താണ്? ട്രഷറി നിയന്ത്രണം ഇല്ലേ? എത്ര മാസമായിട്ട് നിയന്ത്രണമുണ്ട്? 1,00,000 രൂപയിൽ കൂടുതലുള്ള പണം മാറിക്കിട്ടണമെങ്കിൽ പ്രത്യേക അനുമതി വേണം. കരാറുകാർക്ക് വലിയ തോതിലുള്ള പണം കൊടുക്കാനില്ലേ? ഇന്ന് അസംബ്ലിയിൽ ഇവർ പറഞ്ഞു കൊടുക്കാനില്ല എന്ന്. പക്ഷേ കരാറുകാരുടെ സമരം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടക്കുകയാണ്. 15 ലക്ഷം അവർക്ക് 15,000 കോടി രൂപ അവർക്ക് കിട്ടാനുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പൊതുവിലുള്ള അവസ്ഥ എന്താ? ഉച്ചക്കഞ്ഞി പോലെ ഇപ്പോൾ മന്ത്രിസഭയിൽ 2 മന്ത്രിമാർ വളരെ രോഷാകുലരായി സംസാരിച്ചു. ഒന്ന് നമ്മുടെ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ അനിലായിരുന്നു. 1,500 കോടിയോളം രൂപ സിവിൽ സപ്ലൈസിന് കുടിശ്ശികയുണ്ട്. അത് കൊടുക്കാതെ ഇനി അവർക്ക് സാധനം വിതരണം ചെയ്യാൻ കഴിയില്ല. പൊതുവിതരണ സമ്പ്രദായം തകർന്നു.
ഉച്ചക്കഞ്ഞി എത്ര കാലമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്? വിദ്യാഭ്യാസ മന്ത്രിക്ക് രോഷാകുലനായിട്ട് പറയേണ്ടി വന്നു. പിന്നെ എന്താ ഇപ്പോൾ ഉച്ചക്കഞ്ഞി രക്ഷിതാക്കൾ പണം പിരിച്ചിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. രക്ഷിതാക്കൾ പണം പിരിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് കൊടുത്താൽ പോരെ. ഉച്ചക്കഞ്ഞിയൊക്കെ എത്ര കാലമായിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഉച്ചക്കഞ്ഞിക്ക് പോലും പണമില്ലാത്ത സ്ഥിതിയുണ്ട്. 6 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്. ഇടതുപക്ഷം വല്ലാതെ കൊട്ടിഘോഷിച്ച്, മുമ്പും പെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വല്ലാതെ കൊട്ടിഘോഷിച്ച് ഞങ്ങളുടെ ഒരു വലിയ റിവാർഡാണ് എന്ന് പറഞ്ഞ് അതിന് വലിയ പബ്ലിസിറ്റി ഒക്കെ കൊടുത്തിട്ട് വന്നതാണ് ഈ പെൻഷൻ. എന്താ പെൻഷൻ്റെ സ്ഥിതി? പെൻഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ 57,000 കോടിയുടെ കാര്യം, GST കോമ്പൻസേഷൻ, അത് 2023 ശ്രീ അരുൺ പറഞ്ഞ പോലെ തന്നെ 5 കൊല്ലമാണ്. അതായത് വാറ്റിൽ നിന്ന് GSTയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന നികുതി നഷ്ടം കുറക്കാനാണ് ഈ പറഞ്ഞ കോമ്പൻസേഷൻ കൊടുത്തത്. അത് 5 കൊല്ലം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് GST നിയമത്തിലുള്ളതാണ്. ആ GST നിയമം വന്ന കാലത്ത് ഇത് കേരളത്തിന് വളരെ ഗുണകരമാണെന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല. ഇത് കേരളത്തിന് വളരെ ഗുണകരമാണെന്ന് പറഞ്ഞത് തോമസ് ഐസക്കാണ്. തോമസ് ഐസക്ക് GSTയെ സ്വാഗതം ചെയ്ത ആളാണ്. തോമസ് ഐസക്ക് CPM-ന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഈ പറയുന്നൊരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തിനുണ്ടായത് കെടുകാര്യസ്ഥത മൂലമാണെന്നും ഈ പറയുന്ന GST ടാക്സ് പിരിച്ചെടുക്കുന്നതിലടക്കം സംഭവിച്ചിരിക്കുന്ന വീഴ്ചയാണെന്നുമാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരേ ഒരു കണക്കെന്ന് പറയുന്നത് CAG-യുടെ മുന്നിലുള്ള 13,000 കോടി രൂപ കൂടി GST പിരിച്ചെടുക്കാനുണ്ട്. അതിലാണ് നേരത്തെ നമ്മുടെ ചോദ്യമുണ്ടായിരുന്നതും CPM പ്രതിനിധിയോട്. പക്ഷെ അപ്പോഴും ധനമന്ത്രി പറയുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുള്ള വരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ആ വരുമാന വർധനവ് കാണാതിരുന്നുകൂടാ. 47,000 കോടി 27,000 കോടിയായി. അപ്പോൾ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നികുതി പിരിവ് മെച്ചപ്പെട്ടു എന്നല്ലേ അർത്ഥം? മെച്ചപ്പെട്ടാൽ അത് കെടുകാര്യസ്ഥതയാവുന്നത് എങ്ങനെയാണ്? അല്ല, നികുതി പിരിവിൽ ഒരു വേർഷൻ മാത്രം നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഒരു വേർഷൻ മാത്രമാണത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ കാലങ്ങളായിട്ട് പറയുന്ന സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നത് സെൻട്രൽ എക്സൈസും അതുപോലെ തന്നെ എയർപോർട്ടിലെ കള്ളക്കളികളൊക്കെയാണ് പറയുന്നത്. അതല്ല, ഈ ജ്വല്ലറികളിൽ നിന്ന് കൃത്യമായി കിട്ടേണ്ടത്. മുമ്പ് ഒരു പവൻ ഉണ്ടായിരുന്ന വില ഇപ്പോഴുള്ള വില എത്ര ഇരട്ടി വർദ്ധിച്ചു എന്നുള്ളത്. പക്ഷേ അത് ടാക്സ് ഇനത്തിൽ ആ വർധനവ് കാണുന്നില്ല. ബാറുകളുടെ എണ്ണം UDF-ന്റെ ഭരണകാലത്ത് 2016 ആകുമ്പോൾ ബാറുകളേ ഇല്ല. 27 ബാർ മാത്രമായിട്ട് ഒരു നിയമ നടപടിയുടെ ഭാഗമായിട്ട് അത് വന്നു. ഇപ്പോൾ 800-ൽ പരം ബാറുകൾ പ്രവർത്തിക്കുന്നു. ലിക്കറിൻ്റെ കൺസംഷൻ കൂടി, പക്ഷെ അതിൽ നിന്നുള്ള വരുമാനം ആ രീതിയിൽ വർദ്ധിച്ചിട്ടില്ല. നികുതി കുടിശ്ശിക ഇത്രയോളം വന്നു. ഈ സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇന്ന് GST ഉദ്യോഗസ്ഥന്മാരായിട്ട് ഇരിക്കുകയാണ്. അവരെ ആരെയും ആ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. ചെക്ക് പോസ്റ്റുകൾ ഇല്ലാതെയായി. പിന്നെ ഇപ്പോൾ എന്തിനാ ഈ ഉദ്യോഗസ്ഥന്മാർ ഉപയോഗപ്പെടുത്തുന്നത്? നവകേരളത്തിന് കൂടുതൽ പണം പിരിച്ചതിനാണ് GST കമ്മീഷണർക്ക് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മൾ MLA-യോട് ചോദിച്ചത്. MLA അതിന് മറുപടി പറയട്ടെ. അതിന് മുമ്പ് എനിക്ക് അരുൺ അദ്ദേഹമാണ് ഈ കുടിശ്ശിക GST പിരിച്ചെടുക്കേണ്ടത്. അപ്പോൾ പണം ഗവൺമെന്റിന് അടക്കാനുള്ള ആളോട് സംഭാവന വാങ്ങിയാൽ പിന്നെ നടപടി സ്വീകരിക്കാൻ കഴിയും. പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് പത്മകുമാറിനോട് പത്മകുമാർ അവിടെ നിന്ന് വ്യക്തമായ മറുപടി പിന്നെ ഈ നടപടി സ്വീകരിക്കാൻ കഴിയും. എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് GST കോമ്പൻസേഷൻ. കാരണം അതിൻ്റെ സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ വർഷം മുതലാണ്. അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വരെ സംഭവിച്ചേക്കാവുന്ന നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത കേന്ദ്രത്തിനുണ്ട് എന്നതാണ് ഇന്ന് ധനമന്ത്രി പറഞ്ഞത്. മാത്രവുമല്ല, ഫിനാൻസ് കമ്മീഷന്റെ 15ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം 18,000 കോടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അടുത്ത വർഷം അത് 24,000 കോടിയാണ്. ഏത് 10ാമത്തെ ഫിനാൻസ് കമ്മീഷനുമായി നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ അതിൽ കേരളത്തെ പീനലൈസ് ചെയ്യാണ്. 1 രൂപ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് നികുതിയായി പോകുമ്പോൾ കേരളത്തിന് കിട്ടുന്നത് 25 പൈസയാണ്. അതേസമയം ഉത്തർപ്രദേശിന് കിട്ടുന്നത് നോക്കൂ, 2 രൂപ 73 പൈസയാണ്. ബീഹാറിന് കിട്ടുന്നത് 1 രൂപ ബീഹാറിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ 7 രൂപ 6 പൈസയാണ്. മധ്യപ്രദേശിന് കിട്ടുന്നത് 1 രൂപയ്ക്ക് 2 രൂപ 42 പൈസയാണ്. കേരളത്തിന് കിട്ടുന്നത് 1 രൂപ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ കേവലം 25 പൈസയാണ്. ഈ അനീതിക്കെതിരെ ശബ്ദിക്കണം എന്നാണ് കേരളത്തിലെ ജനങ്ങളോട് ഇന്ന് ഭരണപക്ഷം പറയുന്നത്. സുജയർ പത്മകുമാർ. അല്ല, ഞാൻ വിചാരിച്ചത് ഈ കേരളത്തിലെ നമ്മുടെ ധനകാര്യമന്ത്രി മാത്രമേ കള്ളം പറയുള്ളൂ എന്നാണ്. ഇപ്പോൾ അരുണും ഇത് മനസ്സിലാക്കാതെയാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞുതരാം. 1 രൂപ പോകുമ്പോൾ ഉള്ള കണക്ക് 1-2 സംസ്ഥാനങ്ങളുടെ മാത്രം പറയും, ഞാൻ മൊത്തം പട്ടികയും പറയുന്നില്ല. കേരളത്തിന് 57 പൈസ കിട്ടുന്നുണ്ട്. ഗുജറാത്തിന് എത്രയാണ് കിട്ടുന്നതെന്ന് അറിയോ?
28 പൈസ. നിങ്ങൾക്ക് ഹരിയാനയ്ക്ക് എത്ര കിട്ടുമെന്ന് അറിയോ? 18 പൈസ. മഹാരാഷ്ട്രയ്ക്ക് കിട്ടുന്നത് 8 പൈസ. അപ്പൊ ഈ രീതിയിലാണ് ടാക്സ് ഓരോ വ്യക്തികൾക്ക് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് മൊത്തം വെച്ച് കണക്കാക്കിയിട്ട് അത് കണക്കാക്കേണ്ട രീതി അങ്ങനെയല്ല. എങ്കിലും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക, നമ്മൾ യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് ഈ CPMന്റെ നെറേറ്റീവിലേക്ക് പോവുകയാണ്. യഥാർത്ഥ വസ്തുക്കൾ മറന്നുപോവുകയാണ്. നമ്മുടെ നവകേരള സദസ്സ് മുതൽ ഇന്ന് ഈ അടുത്ത കാലം വരെ ഇന്ന് നിയമസഭയ്ക്കകത്തും ഇപ്പൊ ചർച്ചയിലും ചിത്രരഞ്ജൻ ഉൾപ്പെടെ പറഞ്ഞത് 57,000 കോടി രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 12/7/23 ധനകാര്യമന്ത്രിയാ നമ്മുടെ ഈ സംസ്ഥാന ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ എത്രയാ ഉള്ളത്? ഒന്ന് പരിശോധിച്ച് നോക്കുക. എത്ര 1000 കോടിയുടെ കുറവാണ്. ആളുകളെ പറഞ്ഞു പറ്റിപ്പിക്കുക എന്നുള്ളതാണ്. അതെ, അതാ ചോദിക്കട്ടെ, കത്ത് ഉണ്ടല്ലോ, കത്ത് അയച്ചിട്ടുണ്ടല്ലോ. 57,000 കോടി എന്ന് പറഞ്ഞിട്ട് 31,000 കോടിയിലേക്ക് വരുമ്പോ ഈ ബാക്കിയുള്ള രൂപയൊക്കെ അങ്ങോട്ട് പോയി ഈ ഒരു മാസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ ജനങ്ങളെ അല്ലല്ല എനിക്ക് പറയാനുള്ള ഈ 3 പേര് പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാനുള്ള അവസരം നിയമസഭയിൽ തന്നെ പറഞ്ഞല്ലോ, ധനകാര്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞല്ലോ, നമുക്ക് ലഭിക്കാനുള്ള തുകയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിലേക്ക് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് എല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ചില ഇനങ്ങൾ നമ്മൾ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പരീക്ഷയിൽ തോറ്റു പോകുമ്പോൾ വിദ്യാർത്ഥി പറയുന്ന മറുപടി പരീക്ഷയിൽ തോറ്റു പോകുമ്പോൾ വിദ്യാർത്ഥി എല്ലാ ചോദ്യത്തിനും കാണിച്ചിരുന്നു. അല്ലല്ല, കേന്ദ്ര ഗവൺമെന്റിനോട് ഡിമാൻഡ് വെക്കുമ്പോൾ ചില വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൃത്യമായി കേരളത്തിന് കിട്ടാനുള്ള 57,000 കോടിയല്ല 31,000 കോടിയാണെന്ന് കേരളത്തിന്റെ ധനമന്ത്രി തന്നെ കേന്ദ്രത്തോട് സമ്മതിച്ചു. അതാണ് സമ്മതിക്കുന്നു. കടമെടുപ്പിന്റെ പരിധിയുമായി അതിലുള്ള കണക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. കടമെടുപ്പിന്റെ പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നമ്മൾ അക്കാര്യത്തിൽ ഇനി നമ്മൾ 57,000 കോടി എന്നുള്ളത് വിട്ടു. ഇനി നമുക്ക് 31,000 കോടിയിലേക്ക് വരാം. ഇനി നിയമപരമായി നിൽക്കുക. ചുരുങ്ങിയ പക്ഷം കേന്ദ്രത്തോട് എഴുതി ആവശ്യപ്പെട്ടിരിക്കുന്നത് 31,000 കോടിയാണ്. അപ്പൊ 31,000 കോടി എന്ന് സർക്കാരും തിരുത്തണം. നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് 31,000 കോടിയായിരിക്കും. ശ്രീ പി ചിത്രരഞ്ജൻ, അതിലേക്ക് വരാം. അല്ല, അതിൽ ആ കണക്കിലുണ്ട് പ്രശ്നം. ആ പ്രശ്നമുണ്ട്. റിപ്പോർട്ടില് 28,000 കോടിയുടെ കാര്യം പറഞ്ഞു. അതിൽ 17ഓളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളാ വീഴ്ച വരുത്തിയിട്ടുള്ളത്. 17ഓളം ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളാ, പോലീസ് ഉൾപ്പെടെ, രജിസ്ട്രേഷൻ ഉൾപ്പെടെ, KSCB ഉൾപ്പെടെ, സ്റ്റേറ്റ് GST ഉൾപ്പെടെ ഉള്ള 17ഓളം എന്ത് നടപടികളാണ് അതിനുവേണ്ടി സ്വീകരിക്കുന്നത് എന്ന് ധനകാര്യമന്ത്രി ഇപ്പൊ നിയമസഭാ സമ്മേളനം നടക്കുകയല്ലേ, അദ്ദേഹം ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. 2, ഈ നമ്മുടെ മേരി ജോർജ് ടീച്ചർ അത് പറഞ്ഞു വേറൊരു കാര്യം. 10ാം ധനകാര്യ കമ്മീഷന്റെ സമയത്താണ് നമുക്ക് 3.88 വിഹിതം ടാക്സിന്റെ വിഹിതം കിട്ടിയിട്ടുള്ളത്. അന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ടാക്സ് വിഹിതം കൊടുക്കുന്നത് മൊത്തത്തിന്റെ 29% എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ NDA ഗവൺമെന്റ് വന്ന സമയത്ത് 14ാം ധനകാര്യ ഈ 32 നേരെ 42ലേക്ക് ഒരു പോക്ക് പോയത്. പിന്നെയാണ് കുറച്ചത് 42ലേക്ക് ഒന്ന് പോയത്. അതുവരെ നമുക്ക് ടാക്സ് വിഹിതം ഇങ്ങനെ കുറഞ്ഞു വരിക, ഈ പെർസെന്റേജ് വിഹിതം അല്ലെ പറഞ്ഞ പെർസെന്റേജ് കുറഞ്ഞു വരികയായിരുന്നു. ഇപ്പോ 1.97% 0.57 ആണ് കുറഞ്ഞിട്ടുള്ളത്. ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചിലർക്ക് നേരത്തെ പറഞ്ഞതുപോലെ 1% കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും റവന്യൂ ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ വിഹിതത്തിൽ 17% പങ്കിടുന്ന 2 സംസ്ഥാനങ്ങളുണ്ടല്ലോ സാർ. അതിലൊന്ന് നിതീഷ് കുമാർ ഇപ്പോൾ ഭരിക്കുന്ന ബീഹാറും മറ്റൊന്ന് ഉത്തർപ്രദേശുമാണ്. 17%. കേരളത്തിന് 1.93% ഉള്ളപ്പോൾ ഫിനാൻസ് കമ്മീഷന്റെ 15ാം ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം ഉത്തർപ്രദേശിന് കിട്ടുന്നത് 17%. അല്ല, അത് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയട്ടെ. അതെങ്ങനെ വെച്ചാൽ എല്ലാവരും ഇവിടെ സാമ്പത്തിക വിദഗ്ധരെ ഉൾപ്പെടെ ഉണ്ടല്ലോ. ധനകാര്യ കമ്മീഷൻ വന്നിട്ട് അവരെ ഏകപക്ഷീയമായിട്ടല്ല ചെയ്യുന്നത്. അവർ ഭരണഘടനാ സ്ഥാപനമാണ്. അവർ ഓരോ സംസ്ഥാനങ്ങളിലും, ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ പോകും. ഉദ്യോഗസ്ഥന്മാരെ കാണും, മന്ത്രിമാരെ കാണും, ജനപ്രതിനിധികളെ കാണും, രാഷ്ട്രീയ പാർട്ടികളെ കാണും. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം അവര് ഓരോ ഗവൺമെന്റ് ഫിനാൻസ് കമ്മീഷൻ കണ്ട ഒരാളെ കുറിച്ച് സുബ്രഹ്മണ്യം പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി
42% ആക്കാമായിരുന്ന വിഹിതം 33% നിർത്തണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു എന്നാണ് അന്ന് അതിന് ഇടനിലക്കാരൻ കൂടിയായ ലൈസൺ ഓഫീസർ കൂടിയായിരുന്ന BVR സുബ്രഹ്മണ്യം പറഞ്ഞത്. അപ്പോൾ ഫിനാൻസ് കമ്മീഷനെ വേണമെങ്കിൽ സ്വാധീനിക്കാം. അത് ഒരു ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെയല്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് ടോട്ടൽ പെർസെന്റേജ് ആണ്, ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നതിന്റെ ക്രൈറ്റീരിയ അല്ല. അദ്ദേഹം പറഞ്ഞ ഗവൺമെന്റിനോട് ചോദിക്കും, സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ചോദിക്കും. അപ്പൊ ഗവൺമെന്റിന്റെ അഭിപ്രായം പറയും. അത് ഇത്ര ടാക്സ് കൊടുക്കുക, ഇത്ര വീതിച്ചു കൊടുക്കുന്നത് ശരിയാകില്ല, സെന്ററിന് ഒരു വലിയ പ്രഷർ ഉണ്ടാവുമെന്ന് പറയാനുള്ള അഭിപ്രായം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെ എല്ലാം സ്റ്റേറ്റിന്റെയും അഭിപ്രായം കണക്കാക്കിയാണ് അവസാനം ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്, ഒരു തീരുമാനത്തിലെത്തുന്നത്. ആ തീരുമാനത്തിൽ കേരളത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് കുറവ് കൊടുക്കണമെന്നാണ് നിങ്ങൾ കേന്ദ്ര മന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ പറഞ്ഞതെന്ന് ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയുണ്ട്. അങ്ങനെയല്ല, പൊതുവായ ഒരു ഗൈഡ് ലൈനാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഗൈഡ് ലൈനാണ് പറഞ്ഞത് കുറഞ്ഞാൽ കൊള്ളാം. എന്നാൽ 42% വന്നു എന്നുള്ളത് 14ാം ധനകാര്യ കമ്മീഷനാണ്. ഞാനത് അവിടെ മാത്രം നിൽക്കട്ടെ. ഇനിയൊപ്പം നമുക്കറിയാമല്ലോ, റവന്യൂ ഡെഫിസിറ്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കിട്ടിയിട്ടില്ല, ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനത്താണ് കിട്ടിയിട്ടുള്ള 53,000 കോടി. അത് ഫിനാൻസ് കമ്മീഷന്റെ ആ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങുന്ന ആ ഇയർ മുതൽ അറിയാം എത്രയാണ് നമുക്ക് ഓരോ വർഷവും കിട്ടുന്നത്. ചില വർഷത്തിൽ കൂടുതൽ കിട്ടും, ചില വർഷത്തിൽ കുറവ് കിട്ടും. അപ്പൊ കഴിഞ്ഞ വർഷത്തിൽ കിട്ടിയതിന് അനുസരിച്ച് എനിക്ക് ഈ വർഷം കുറഞ്ഞു പോയി എന്ന് പറയുന്നത് ബാലിശമാണ്. ഒരു സാമ്പത്തിക മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രിക്ക് ഭൂഷണമല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അദ്ദേഹം ഈ ധനകാര്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളൊക്കെ ചെലവ് കൂടുതൽ ചെലവാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുക. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തെറ്റാണ്, വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. കേൾക്കാം, പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞ 2022-23 ബഡ്ജറ്റ് അനുസരിച്ച് ബഡ്ജറ്റിന്റെ അലോക്കേഷൻ അനുസരിച്ച് 23-24 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് നോക്കണം. ഏകദേശം നമ്മുടെ അടിസ്ഥാന മേഖല എല്ലാം എക്സ്പെൻസ് ചെലവ് കുറച്ചിട്ടാണുള്ളത്. എത്ര ചെലവാക്കി എന്നുള്ള റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് അലോക്കേഷൻ 2022-23 ഹെൽത്ത്, എഡ്യൂക്കേഷൻ, റൂറൽ അർബൻ ഡെവലപ്മെന്റ്, പോലീസ്, റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഇതെല്ലാം നോക്കിയാൽ ഈ 2022-23 23-24 കുറവാണ് അലോക്കേഷൻ. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ചെലവ് കുറച്ചു വെച്ചിട്ട് ഞങ്ങൾ ആ ചെലവ് കൂടിയിരിക്കുന്നു, വരുമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇതിന്റെ പിടിപ്പ് കേടെന്ന് പറഞ്ഞാൽ ഇവർ കാര്യമായി ഈ സാമ്പത്തിക മേഖല കൊണ്ടുപോകാൻ അറിയില്ല എന്നുള്ളതാണ്. വരുമാനം കുറവല്ല. 2021-22 ബഡ്ജറ്റ് നമ്മുടെ GST എത്ര കിട്ടി? 22-23 എത്ര കിട്ടി? ഇപ്പൊ 23-24 35,000 കോടി കിട്ടിയതാ ഒരു തന്നെ പറയുന്നത്. 23-24 അപ്പൊ നേരത്തെ 30 കിട്ടി, അതിന് മുമ്പ് 24 കിട്ടി. അതേസമയം ഓരോ വർഷവും കൊടുക്കുന്ന പലിശകൾ നോക്കുക, 24,000 കോടി, 26,000 കോടി. ഇതാണ് ഓരോ വർഷവും കൊടുക്കുന്ന പലിശയുടെ കണക്ക്. ഞാൻ അതിലേക്ക് വരാം. കടമടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേരളം വലിയ കടക്കണിയിലേക്ക് പോകുന്നു എന്നൊരു ഭാഗത്തൊരു പ്രചരണമുണ്ട്. അതിനേക്കാളും അപ്പുറം 4 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. അത് കൊടുത്തു തീർക്കാൻ വേണ്ടി മാത്രം 3,600 കോടി രൂപ വേണം. ഏകദേശം ഓവർ ഡ്രാഫ്റ്റിലായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നിത്യനിദാന ചെലവിന് പോലും പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ വരുമ്പോൾ 6 DA കുടിശ്ശികയുള്ള ഈ സംസ്ഥാന ജീവനക്കാർക്ക് അവരുടെ DA കുടിശ്ശിക എന്ന് നൽകുമെന്ന ചോദ്യമുണ്ട്. പെൻഷൻകാർക്ക് പെൻഷൻ എന്ന് നൽകുമെന്ന ചോദ്യമുണ്ട്. എന്തിനേറെ കാരുണ്യക്കടക്കം 189 കോടി രൂപ വിവിധ ആശുപത്രികൾക്ക് നൽകാൻ കുടിശ്ശികയായി ബാക്കി നിൽക്കുന്നു. ഉച്ചക്കഞ്ഞി വിതരണം ചെയ്ത വകയിൽ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. ഓണക്കിറ്റ് വിതരണം ചെയ്ത വകയിൽ കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. സിവിൽ സപ്ലൈകോയിൽ സാധനങ്ങൾ നൽകിയ കരാറുകാർക്ക് കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. റോഡും തോടും പാലങ്ങളും ഉണ്ടാക്കിയ നിർമ്മാണ കരാറുകാർക്കും കുടിശ്ശിക ബാക്കി നിൽക്കുന്നു. എങ്ങനെ വീട്ടിൽ തീർക്കും? ഇടവേളക്ക് സാമ്പത്തിക വിദഗ്ധ മേരി ജോർജിലേക്ക്. മേരി ജോർജ്, ഈ കണക്കുകളെല്ലാം ധനമന്ത്രി പറയുന്നു. ആ കണക്കുകളിലൊന്ന് കേരളത്തിന് കേന്ദ്രം തരാനുള്ള കണക്കാണ്. അത് ഒരിടത്ത് പറയുന്നു 31,000 കോടി എന്ന് കേന്ദ്രത്തിന് കത്തെഴുതിയതായ കാര്യം പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ അതിൽ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞൊഴിയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിന് ഇപ്പോൾ കേന്ദ്രം എത്ര രൂപ തരാനുണ്ട്? ശരാശരി ഒരു പെൻഷൻ ഈ പരിപാടി കാണുന്ന ഒരു പെൻഷനറായ, ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഒരു വൃദ്ധയ്ക്ക്, അത് മറിയ ചേച്ചി ആവട്ടെ മറ്റേതെങ്കിലും ചേച്ചിമാരാവട്ടെ, അവർക്കുള്ള സംശയം ഇതാണ്: ഞങ്ങളുടെ പെൻഷൻ ലഭിക്കാത്തതിൻ്റെ കാരണം ആരാണ്? അത് മോദി സർക്കാരാണോ അതല്ല പിണറായി സർക്കാരാണോ? ആരുടെ പിടിപ്പുകേടാണ് കാരണം? കേരളം പറയുന്നു അത് മോദി സർക്കാർ പണം തരാഞ്ഞിട്ടാണ്. എന്നാൽ പ്രതിപക്ഷം പറയുന്നു അങ്ങനെയല്ല, അത് പിടിപ്പുകേടാണ്. ആരെ വിശ്വസിക്കണം എന്നതാണ് ചോദ്യം. മേരി ജോർജ്.
അതായത് എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അതിന് ഉത്തരം പറയാം. അതായത് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനോട് കേന്ദ്രം ഒരു അവഗണനയും കാണിച്ചിട്ടില്ല എന്ന അഭിപ്രായം എനിക്കില്ല. കേരളത്തോട് മാത്രമായിട്ട് അവഗണന കാണിച്ചു, തരാതിരുന്നു എന്ന് പറയുന്നതിനോടാണ് ഞാൻ വിയോജിക്കുന്നത്, ആരും വിയോജിക്കുന്നത്. കാരണം നേരത്തെ ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചല്ലോ, ഇത് 32% കേന്ദ്രത്തിൽ നിന്നുള്ള പൂളിൽ നിന്നുള്ള ഡെവല്യൂഷൻ വിഹിതം 42% ഒറ്റയടിക്ക് ഉയർത്തിയപ്പോൾ അത് 33% കൊണ്ടുവരണം എന്ന് പ്രധാനമന്ത്രിയും BVR സുബ്രഹ്മണ്യനും കൂടി ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് YVR റെഡ്ഡി അതിന് കൂട്ടുനിന്നില്ല, അത് സാധ്യമല്ല എന്ന കർശന തീരുമാനം എടുത്തു എന്നതും ശരിയാണ്, ശരിയായിരിക്കണം. കാരണം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ്, നമ്മൾ ആരും നേരിട്ടത് കേട്ടിട്ടില്ല. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്ത് ചെയ്തു? പ്രധാനമന്ത്രി സെസ് ഏർപ്പെടുത്താൻ തുടങ്ങി. അതിനു മുമ്പും സെസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷന്റെ 280 വകുപ്പ് അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് സെസ് ഏർപ്പെടുത്താം. പക്ഷെ അങ്ങനെ ഏർപ്പെടുത്തുന്ന സെസ് സംസ്ഥാനങ്ങൾക്ക് പങ്കിടണ്ട, പക്ഷെ സംസ്ഥാനവും കേന്ദ്രവും കൂടി നടത്തുന്ന പദ്ധതികൾക്ക് വേണ്ടി വേണം അവ ചെലവഴിക്കാൻ. അപ്പോൾ അന്ന് 2017-18 ഉണ്ടായിരുന്ന സെസ് 2 ലക്ഷത്തി ചില്ലുവാനമായിരുന്നെങ്കിൽ അത് 5,10,000 കോടിയിലേക്ക് വളർന്നു 2022-23 ആയപ്പോഴും. അതായത് 133% വളർച്ചയാണ് സെസിലുണ്ടായത്. പങ്കിടണ്ട. അതെ, അത് തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? കേന്ദ്രം സെസ് വർദ്ധിപ്പിക്കുമ്പോൾ അത്തരം ഉൽപ്പന്നങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള കഴിവ് കുറയും, സാധ്യത കുറയും. കാരണം എല്ലാ നികുതി ഭാരവും വന്നു ചേരുന്നത് ജനങ്ങളുടെ തോളിലാണ്. അപ്പൊ സംസ്ഥാനം വലിയ സ്വപ്നം കണ്ട് ഇത്ര നികുതി ചുമത്താമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേന്ദ്രം സെസ് ഏർപ്പെടുത്തുന്നത്. അപ്പൊ സംസ്ഥാനത്തിന് നികുതി ചുമത്താനുള്ള സാധ്യത കുറച്ച് മങ്ങും. അവർ വിചാരിച്ച റേറ്റിൽ ഒക്കില്ല. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ സെസ് പിരിച്ചെടുക്കുന്നത് സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടുന്ന പദ്ധതികളിൽ ചെലവഴിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിനും അതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടണം. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അത് ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി. പക്ഷേ 2015-16 മുൻപ് നടത്തിയിരുന്ന പല പദ്ധതികളുടെയും സംസ്ഥാന വിഹിതം വർദ്ധിപ്പിച്ചു, കേന്ദ്ര വിഹിതം വെട്ടിക്കുറച്ചു. അപ്പം സെസ് കൂടുതൽ കേന്ദ്രം വാങ്ങി. പക്ഷെ എന്നിട്ട് പോലും അത് കേരള സംസ്ഥാനത്തിന് വേണ്ടി മാത്രം ബാധകമായ വിഷയമായിരുന്നില്ല എന്നതാണ് മേരി ജോർജ് പറയുന്നത്. അതേ വിഷയം, അതേ തിക്തഫലം തമിഴ്നാട് അനുഭവിക്കുന്നുണ്ട്. കാസർഗോഡും കർണാടകയും ഉത്തർപ്രദേശും ഗുജറാത്തും ഒക്കെ ഈ പറയുന്ന ഡെവല്യൂഷനിൽ ഉണ്ടാവുന്ന കുറവിന്റെ തിക്തഫലം അനുഭവിക്കണം. അതല്ലേ മേരി ജോർജ് പറയുന്നത്? അതുകൊണ്ട് കേരളത്തിന് വേണ്ടി മാത്രം എന്തോ വെട്ടിക്കുറച്ചു എന്നുള്ള പ്രചരണം ശരിയല്ല. പറഞ്ഞത് ഒന്നുമില്ല, ഒന്നും അതാണ് ഏറ്റവും ഒടുവിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർമാർ പോകുമ്പോൾ കേരളത്തിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തി കേന്ദ്രം എന്ന വാദം നിൽക്കില്ല എന്നത് ഇന്നത്തെ ഈ അടിയന്തര പ്രമേയ ചർച്ചയിലൂടെ തെളിയുകയായിരുന്നില്ലേ? എന്റെ ചോദ്യത്തിന്റെ കാരണവും അത് തന്നെയാണ് മേരി ജോർജ് പറയുന്നത് പോലെ. ഞാനൊരു കാര്യം എനിക്ക് ചിത്തരഞ്ജനോടാണോ എന്നോടാണോ? ഞാൻ പി ചിത്തരഞ്ജനോടാണ് ചോദിച്ചത്. മറുപടി പറയട്ടെ നമ്മുടെ ചോദ്യത്തിന്. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് കേരളത്തോട് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ഇന്ന് നടപ്പിലാക്കുന്ന ഈ നടപടികളുടെ ഫലമായി ഓരോ സംസ്ഥാനവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് മറ്റേതൊരു സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ നമുക്ക് അതിൻ്റേതാകുന്ന നിരവധിയാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 7490 കോടി രൂപയാണ് കേരളത്തിന് ഇപ്പോൾ കുടിശ്ശിക ഗ്രാൻഡ് ഇനത്തിൽ മാത്രം കിട്ടാനുള്ളത്. നമ്മുടെ UGCയുടെ പെൻഡിങ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 750 കോടി രൂപ, നമ്മുടെ ഹെൽത്ത് ഗ്രാൻഡ് ഇനത്തിൽ 174 കോടി രൂപ, നമ്മുടെ പെൻഷൻ്റെ കേന്ദ്ര വിഹിതം ലഭിക്കേണ്ടത് 580 കോടി രൂപ, നഗരവികസനത്തിനായി ലഭിക്കേണ്ടത് 190 കോടി രൂപ, ഗ്രാമവികസനത്തിന് കിട്ടേണ്ടത് 1260 കോടി രൂപ, ഭക്ഷ്യസുരക്ഷ ഇവിടെ പറഞ്ഞല്ലോ
ഇവിടെ പിന്നെ സിവിൽ സപ്ലൈസിൽ സാധനമില്ല എന്നൊക്കെ പറയുമ്പോൾ 1110 കോടി രൂപ, അതുപോലെ തന്നെ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 138 കോടി രൂപ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ പിന്നെ അതായത് ശരിക്കും കിട്ടാനുള്ളത് അത്രേ ഉള്ളൂ. 31,000 ഇല്ല, 7,000 കോടിയേ ഉള്ളൂ. ഇതെല്ലാം കൂടെ അല്ലല്ല ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ് ഇത്. നമുക്ക് കേരളത്തിന് കിട്ടാനുള്ള കുടിശ്ശിക, ഗ്രാൻഡിന് കിട്ടാനുള്ള കുടിശ്ശികയാണ് ഞാൻ പറഞ്ഞത്. മേരി ടീച്ചർ പറയട്ടെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞതെന്ന്. ഞാൻ പറഞ്ഞത് ഇത്രയും തുക കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഈ കേരളത്തിന് ഗ്രാൻഡിനത്തിൽ കിട്ടാനുള്ള കുടിശ്ശികയാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞ 57,400 കോടിയല്ല. ക്ഷേമ പെൻഷൻ കൊടുക്കണമല്ലോ. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട 579 കോടി രൂപ മറ്റുള്ള പെൻഷൻ ബാക്കിയുണ്ടായിരുന്നു. അത് കൊടുത്തു തീർത്തു. പി ചിത്തരഞ്ജൻ, നമ്മുടെ നവകേരള സദസ്സ് തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പ് ധനമന്ത്രി തന്നെ ഈ വിഷയം പറഞ്ഞു. ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുണ്ടായിരുന്ന 579 കോടി രൂപ സർക്കാർ നൽകി, കേന്ദ്ര സർക്കാർ നൽകി കഴിഞ്ഞു. ഇത് പഴയ കണക്കാണ് അങ്ങ് വായിച്ചത് പി ചിത്തരഞ്ജൻ. അല്ലല്ല, ഞാൻ വായിച്ചത് പുതിയ കണക്കാണ്. ഞാൻ വായിച്ചത് ഇന്ന് എടുത്ത കണക്കാണ് ഞാൻ വായിച്ചത്. അല്ലല്ല, ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ക്ഷേമ പെൻഷൻ വളരെ കുറച്ചല്ലേ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം തന്നെയുള്ളൂ. ഇപ്പോൾ 4 മാസത്തെ കുടിശ്ശികയായില്ലേ? 18 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞു. അതും ഇന്ന് നിയമസഭയിൽ ചോദ്യം ചെയ്യുന്നത് കണ്ടു. അപ്പോ ചുരുങ്ങിയ പക്ഷം സംസ്ഥാന സർക്കാർ പെൻഷൻകാർക്ക് വലിയ വാഗ്ദാനം നിറവേറ്റാൻ പോലും കഴിയുന്നില്ല. 1,600 എന്നൊക്കെ പറയും. വീണ്ടും കൂട്ടാൻ പോവുകയാണെന്നാണ് പറയുന്നത്. ഉള്ളത് കൊടുത്തിട്ട് പോരെ സാർ കൂട്ടുന്നത് എന്ന് പറയുന്നത് എവിടെയാ തർക്കമുള്ളത്? സാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്ഷേമ പെൻഷൻ മാസാമാസം കൊടുക്കാൻ തുടങ്ങിയത് ഏത് കാലം മുതൽ? ഏത് സർക്കാർ? ഈ പെൻഷനുകൾ കൊണ്ടുവന്നത് ഏത് സർക്കാർ? ഈ കാണുന്ന പെൻഷൻ 600-ൽ നിന്നും ഇന്ന് 1,600 ഉയർത്തിയത് ഏത് സർക്കാർ? 3 മാസത്തെ ഒഴിച്ച് ബാക്കി യുഡിഎഫിന്റെ കാലത്ത് കൊടുത്തിരുന്നു എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഞങ്ങളല്ലേ ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ലേ? അല്ലല്ല, ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ലേ? നിങ്ങൾ വസ്തുതകൾ പരിശോധിച്ച് നോക്കൂ. 45 രൂപ കർഷക തൊഴിലാളിക്ക് 980-ൽ ആദ്യമായി ഗവൺമെന്റ് പെൻഷൻ കൊടുത്തതുകൊണ്ടാണല്ലോ കേരളത്തിലെ പെൻഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ആ പെൻഷൻ കിട്ടണമെങ്കിൽ കേന്ദ്രം തരണം എന്നുള്ളത് ആദ്യത്തെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ? കാരണം അതൊരു കേന്ദ്ര പദ്ധതി അല്ലല്ലോ, സംസ്ഥാന സർക്കാരല്ലേ ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടത്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം നാമമാത്രമല്ലേ? അവർ ആകെ 5-6 ലക്ഷം ആളുകൾക്ക് 300 രൂപ വീതം കൊടുക്കുന്നു എന്നതിനും അപ്പുറത്തേക്ക് 65 ലക്ഷത്തോളം ആളുകൾക്ക് 1,200 രൂപ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ അല്ലേ? പി ചിത്തരഞ്ജൻ, അതിന് പണം എവിടെ? ഈ 4 മാസത്തെ കുടിശ്ശിക ഒഴിച്ച് ബാക്കിയെല്ലാം കൊടുത്തല്ലോ. 4 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ ചെറിയ കണക്കാണോ സാർ? ആ 4 മാസത്തിൽ ഓരോ മാസത്തെയും കുടിശ്ശിക വെച്ച് സാധാരണക്കാരായ മനുഷ്യർക്ക് ഈ അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്നവർക്ക് മരുന്ന് വാങ്ങണം, അവർക്ക് വീട്ടിൽ താമസിക്കണം, വാടക കൊടുക്കണം, മക്കളെ പഠിപ്പിക്കണം, അവരുടെ വാർദ്ധക്യകാലത്തെ ജീവിതത്തിന് വേണ്ടുന്ന മിനിമം അരിയും ഭക്ഷണവും കൊടുക്കണം. സാർ, ഏതെങ്കിലും തരത്തിൽ ഈ സിവിൽ സപ്ലൈകോയിൽ പോയി സബ്സിഡി സാധനം വാങ്ങിച്ച് കഴിക്കാമെന്ന് വെച്ചാൽ അവിടെ സബ്സിഡി സാധനമുണ്ടോ? അപ്പോൾ പെൻഷൻ കിട്ടുന്നില്ലെന്ന് മാത്രമല്ല, പെൻഷൻ കിട്ടാത്തത് കൊണ്ട് സബ്സിഡി സാധനം വാങ്ങി കഴിക്കാമെന്ന് കരുതി സിവിൽ സപ്ലൈകോയിലേക്ക് പോയാൽ അവിടെ സിവിൽ സപ്ലൈകോയിൽ സബ്സിഡി സാധനമില്ല. അരി വാങ്ങാമെന്ന് കരുതി പോയാൽ അവിടെ അരി കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ടാവുന്നു. കാരുണ്യ ആശുപത്രി ചികിത്സയുടെ ഭാഗമായി, കാരുണ്യ ഇൻഷുറൻസിന്റെ ഭാഗമായി ഫാർമസ്യൂട്ടിക്കൽ പോയി കഴിഞ്ഞാൽ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മരുന്ന് കിട്ടാനില്ലാത്ത അവസ്ഥ വരുന്നു. അരുൺ അവതരിപ്പിക്കുന്നത് പോലെ കേരളത്തിൽ ഭയാനകരമായ ഒരു അവസ്ഥയൊന്നുമല്ല നിങ്ങൾ ചിത്രഞ്ജൻ. കാരുണ്യ പദ്ധതിക്ക് 189 കോടി രൂപ കുടിശ്ശികയില്ലേ വിവിധ ആശുപത്രികൾക്ക് കൊടുക്കാൻ? 1,352 കോടി രൂപ കാരുണ്യ പദ്ധതി അടക്കം ആശുപത്രികൾക്ക് കുടിശ്ശിക കൊടുക്കാനില്ലേ ഈ സർക്കാർ? ഈ ഗവൺമെന്റ് വരുമ്പോ 1,437 കോടി രൂപ UDFന്റെ കാലത്ത് കുടിശ്ശിക ഇട്ടിരുന്നത് തീർത്തു കൊടുത്തൊരു ഗവൺമെന്റാണ് LDF ഗവൺമെന്റ്. 1,437 കോടി രൂപ പഴയ പുരാണങ്ങൾ പറഞ്ഞിട്ട് എന്ത് കഥ? പി ചിത്തരഞ്ജൻ, വർത്തമാനകാലത്തിൽ നോക്കൂ, അവിടെ പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടാണ്, മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നു. ജോസഫിന്റെ മാത്രമല്ല, പ്രസാദിന്റെ മാത്രമല്ല, ഒരു ഇത്തരം വാർത്തകൾ കേരളത്തിൽ അത്ര കേൾവി ഉണ്ടായിരുന്നില്ലല്ലോ പി ചിത്തരഞ്ജൻ. അല്ലല്ല, കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിനെ നമ്മൾ മയപ്പെടുത്താൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇത് ധനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നടന്നു പോകും കാര്യങ്ങൾ എന്ന അവസ്ഥയിലാണ്. പക്ഷെ പെൻഷൻ കിട്ടാതെ എങ്ങനെ ജീവിച്ചു പോകുമെന്ന ചോദ്യം ബാക്കിയാണ്. ശംസുദ്ദീൻ വളരെ പെട്ടെന്ന് പ്രതികരിക്കാം. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഇന്ന് കേരളം നേരിടുന്ന ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്ക്
ഒരു കാരണം മാത്രമാണ് കേന്ദ്രത്തിന്റെ പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രം കേരളത്തെ മാത്രമാണോ ഇങ്ങനെ ഞെരുക്കുക? മറ്റ് ക്ഷേമ പദ്ധതികളൊക്കെ കർണാടകയിൽ നടക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്, ഇപ്പം അധികാരത്തിൽ വന്ന തെലങ്കാനയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രതിസന്ധിയുടെ മുഖ്യ ഉത്തരവാദി സംസ്ഥാനം തന്നെയാണ്. ഒരു ഘടകം കേന്ദ്രത്തിന്റെ അവഗണനയുണ്ട്, അത് എല്ലാ സംസ്ഥാനങ്ങളോടും ഉണ്ട്. BJP ഭരിക്കുന്നതല്ലാത്ത സംസ്ഥാനങ്ങളോടൊക്കെ ആ സമീപനം കേന്ദ്രത്തിൽ, ആ സമീപനം പറയട്ടെ, പ്രതിപക്ഷം പറഞ്ഞത് ക്ലിഫ് ഹൗസിൽ വെച്ച് 7 ലക്ഷത്തിന് പി പി രമ പറയുന്നുണ്ടായിരുന്നു 7 ലക്ഷം വെച്ച് കട്ടറിട്ടു എന്ന്, 4 ലക്ഷം വെച്ച് ലിഫ്റ്റ് ഉണ്ടാക്കിയെന്ന്, റഹ്മാന്റെ പശുക്കളെ പാട്ട് കേൾപ്പിച്ചു. വലിയ ദൂർത്ത്, യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കടം വാരി കൂട്ടിയത്, ഇതെല്ലാമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. ബഡ്ജറ്റിന് പുറത്ത് തത്വദീക്ഷയില്ലാതെ കടം വാങ്ങി വലിയ തോതിലുള്ള ദൂർത്ത് നടത്തി. അതാണ് ഇന്ന് കേരളം അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ വളരെ പ്രധാനപ്പെട്ട ക്ലിഫ് ഹൗസിൽ വേണ്ടത് പുതിയ ജിനസിലുള്ള കാലികളെയാണോ, അതല്ല കേരളത്തിൽ രണ്ടുപേർക്കെങ്കിലും പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞാൽ ആ പണം ഉപയോഗിച്ച് ആ കുടുംബത്തിന് അവരുടെ ആരോഗ്യവും അവരുടെ ജീവിതവും നിലനിർത്താൻ ആവശ്യമായ പണമാണ്? ഞാൻ ചോദിക്കട്ടെ, അത് അങ്ങനെയാണോ ഡോക്ടർ അരുണ? നിങ്ങളെ പോലെയൊക്കെയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്? രണ്ടുപേരുടെ പെൻഷൻ കൊടുക്കാനോ ആ കാശെടുത്താണോ ആലോചിക്കുന്നത്? സാർ, അത് എന്റെ ചിന്തയല്ല, അത് ശരാശരി തെരുവിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ജീവിത രീതിയെ കുറിച്ചുള്ള ബോധ്യമാണ്. ക്ലിഫ് ഹൗസിലെ കാലിത്തൊഴുത്തിന്റെ മെച്ചപ്പെടുത്തലല്ലോ ആവശ്യം. അവിടെ സാധാരണക്കാരായ ആളുകൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോയി അവരുടെ പ്രഷറിനും ഷുഗറിനുമുള്ള ഗുളിക വാങ്ങാനുള്ള പണം കൊടുക്കലാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം. അത് 10 പേർക്കാണെങ്കിൽ അങ്ങനെ. സംസ്ഥാനത്ത് 2 പേരുടെ പെൻഷനാണോ നിങ്ങൾ പറയേണ്ടത്? അല്ല, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെന്നെ പറയാൻ സാധിക്കും. അവരുടെ ജീവിതം പ്രധാനപ്പെട്ട വിഷയമല്ലേ? കേരളത്തിൽ എല്ലാവർക്കും കൃത്യമായിട്ടാണ് പെൻഷൻ കൊടുക്കുന്നത് അല്ലല്ലോ. നിങ്ങൾ പറയുന്നതിനകത്ത് നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ പറയാവുന്നൊരു ന്യായമൊക്കെയാണ് ഈ പറയുന്നത്. ആ കാശെടുത്ത് ഇതൊക്കെ എവിടെയാ പ്രയോറിറ്റി എന്നാണ് പറയാൻ ഇടം കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ക്ലിഫ് ഹൗസിലേക്ക് കയറി വരുമോ? സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ ആരും ക്ലിഫ് ഹൗസിലേക്ക് നോക്കില്ലല്ലോ. ആരും ക്ലിഫ് ഹൗസിലേക്ക് നോക്കില്ലല്ലോ സാമ്പത്തിക പ്രതിസന്ധിയിൽ. അല്ലെങ്കിൽ അപ്പൊ ഇന്നിപ്പോ ഷംസുദ്ദീൻ, ഇന്ന് ശ്രീ എൻ ഷംസുദ്ദീന്റെ പാർട്ടിയിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു വാചകമുണ്ട്. ആന്റണി സർക്കാരിന്റെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അന്ന് മുണ്ട് മുറുക്കി ഉടുത്തു ക്ലിഫ് ഹൗസിൽ നിന്ന്. അല്ല, മുണ്ട് മുറുക്കി ഉടുക്കാൻ സമൂഹത്തോട് പറയുമ്പോ ആദ്യം ക്ലിഫ് ഹൗസിൽ നിന്ന് ആരംഭിക്കണം സാർ. ഞങ്ങളുടെ ഗവൺമെന്റ് പോയിട്ടുള്ളത് ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ കെട്ടി ഉയർത്തുന്ന കുറെ കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് അവതരിപ്പിക്കാൻ കാരണം. വസ്തുതാപരമായി നിങ്ങൾ പരിശോധിക്കൂ, ആരാണ് ഈ നാട്ടിലെ പെൻഷനുകൾ മാസാമാസം കൊടുക്കുന്ന പദ്ധതി കൊണ്ടുവന്നതാ? ഇവിടെ തത്വദീക്ഷയില്ലാതെ കടം വാങ്ങിക്കൂട്ടി ദൂർത്ത് നടത്തിയതാണ് ഇന്ന് ഈ സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം. കേരളം ഇന്നോളം ഭരിച്ച സർക്കാരുകൾ 1.5 ലക്ഷം കോടിയാണ് കേരളത്തിൽ കടബാധ്യത ഉണ്ടാക്കിയത്. എന്നാൽ ഈ 7.5 വർഷം കൊണ്ട് നമ്മുടെ പൊതുകടം 4 ലക്ഷം കോടിയായി. 2.5 ലക്ഷം കോടിയുടെ കടം വാങ്ങിക്കൂട്ടിയത് ഈ പിണറായി സർക്കാർ, 1ഉം 2ഉം പിണറായി സർക്കാരാണ്. അതിൻ്റെ തിരിച്ചടവും അതിൻ്റെ പലിശയും ആ കടമെടുപ്പ് പരിധിയിൽ വന്ന പ്രതിസന്ധികളും ഒക്കെയാണ്. അപ്പം എല്ലാം നിങ്ങൾ ഉണ്ടാക്കിയതാണ്. ഈ ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് 1ാം പിണറായി സർക്കാരിലെ തോമസ് ഐസക്കിന്റെ കുറെ പരിഷ്കാരങ്ങൾ, മണ്ടൻ പരിഷ്കാരങ്ങൾ ഈ സംസ്ഥാനത്തെ ഈ സാമ്പത്തിക കെടുതിയിലേക്ക് ഇന്ന് തള്ളിവിട്ടിട്ടുള്ളത്. കടമെടുപ്പ് പരിധിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമല്ലല്ലോ. അല്ല, കടമെടുപ്പ് പരിധി അതിന്റെ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക് നമ്മൾ പോയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ഒരു റേഷ്യോ പറഞ്ഞില്ലേ? കേരളം ഇന്നോളമുള്ള ഗവൺമെന്റുകളെല്ലാം കൂടി വാങ്ങിയത് 957 തൊട്ട് 2016 വരെ വാങ്ങിയത് 1.5 ലക്ഷം കോടി. 7.5 കൊല്ലം കൊണ്ട് നമ്മൾ അല്ല, പഞ്ചാബിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അത് കാർഷിക പ്രതിസന്ധിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ്. കർഷകർക്ക് കുറെ സഹായങ്ങൾ മാറി മാറി വന്ന സർക്കാരുകൾക്ക് നൽകേണ്ടി വന്നു. ഒരു കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായ സ്റ്റേറ്റ് അല്ല, കോവിഡ് കേരളത്തെ മാത്രമല്ലല്ലോ ബാധിച്ചത് ശ്രീ പി കെ ചിത്രരഞ്ജനമല്ലേ? കോവിഡ് ഇന്ത്യ മൊത്തം ബാധിച്ചിരിക്കുന്ന ഒരു മഹാമാരിയല്ലേ? ആ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നമ്മൾ 2ാമത്തെ സർക്കാരിനെ തിരഞ്ഞെടുത്ത് അയച്ചത്? അതിനുശേഷം പരാജയപ്പെട്ടു പോയാൽ അത് സമ്മതിക്കണം. കേന്ദ്രത്തിലെ പഴിഞ്ഞാൽ മാത്രം രക്ഷപ്പെടരുത് എന്നതാണ് ഇന്ന് പ്രതിപക്ഷം ആവർത്തിച്ചത് നിയമസഭയിൽ. നന്ദി ശ്രീ പി പി ചിത്രരഞ്ജൻ, നന്ദി ശ്രീ JR പത്മകുമാർ, എൻ ഷംസുദ്ദീൻ MLA, മേരി ജോർജ്. സമയപരിമിതി കാരണം നമ്മൾ ചർച്ച ഇന്നിവിടെ അവസാനിപ്പിക്കുന്നു. ഇനി കാണാം മീറ്റ് ദി എഡിറ്റേഴ്സ്.